ിക്കട്ടെ ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന 6 ആളുകളുണ്ട്. പെടാനല്ല പെടാതിരിക്കാനാണ് വായിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിത്തത്തുൻ യദ്ഖുലൂനൻ നാറ ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ നരകത്തിൽ പോകുന്ന 6 ആളുകളുണ്ട്, 6 കൂട്ടം ആളുകളുണ്ട്. ഹതഭാഗ്യരാണ്. വിചാരണക്കൊന്നും നിൽക്കൂല, കിതാബ് നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടോന്നും ചോദിക്കൂല. നേരത്തെ തന്നെ പിടിച്ചു കൊണ്ടുപോയി എറിയപ്പെട്ടുപോയി. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വല്ലഖ്ദാം. കുറ്റവാളികളെ കാണുമ്പോഴേക്ക് തിരിച്ചറിയപ്പെടും. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, പ്രത്യേക അടയാളങ്ങളെ കൊണ്ടവരെ തിരിച്ചറിയും. മലക്കുകൾ അവിടെ പിടിച്ചുകൊണ്ട് മൂർദാവും കാലും പിടിച്ചുകൊണ്ടൊരു വളക്കലാണ്. ഒരൊറ്റ വളക്കൽ വളച്ചിട്ട് ഒരൊറ്റ ഏറാണ്. യുഖദു ബിന്നവാസി വല്ലഖ്ദാം. മൂർദാവ് കൂട്ടിപ്പിടിക്കും, കാലിങ്ങോട്ട് വളച്ചു കൂട്ടിപ്പിടിക്കും, എന്നിട്ടൊരു ഇറങ്ങ് എറിയും. നേരെ പോയി നരകത്തിന് പാതാളത്തിന് വീഴും. ഹിസാബിന്റെ മുമ്പ് പ്രവേശിക്കുന്ന 6 ആളുകൾ ഒരു കൂട്ടം. അൽ ഉമറാഊ, ഭരണകർത്താക്കളാണ്, ഭരണാധികാരികളാണ്. ബിൽ ജൗരി, അക്രമം കാരണം. വിശദീകരിക്കണോ? വേണ്ടല്ലോ, വേണ്ട. എല്ലാവർക്കും തിരിയുന്നില്ല. ഹദീസ് വായിക്കുമ്പോൾ തന്നെ തിരിയുന്നില്ലേ? ഭരിക്കുന്നതൊരു വാർഡാണെങ്കിലും ശരി, ഭരിക്കുന്നതൊരു വാർഡ്. ഇങ്ങനെ താഴോട്ടെന്തുണ്ടോ? താഴോട്ട് ഇതേ പറഞ്ഞോ, ഗ്രാമമുണ്ടോ? ഗ്രാമം കുഗ്രാമായാലും വേണ്ടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. അത് വിട്ടുവീഴ്ച ഇല്ലാത്തതാണ്. കാരണം പൊതുവായിട്ടാണ് അക്രമം വരിക. അതിന്റെ ശിക്ഷ ചെറുതല്ല. ഭരണാധികാരികളെ അവർക്ക് അക്രമം ചെയ്യാൻ കൂടുതൽ തോന്നും. കാരണം സ്വാധീനം കൂടുതൽ കയ്യിലുണ്ടല്ലോ, സൗകര്യങ്ങളും കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പമായി തോന്നും. അക്രമത്തിന്റെ കാരണം കൊണ്ട് ഭരിച്ച ആൾക്കാർ മുഴുവൻ നരകത്തിലാന്നല്ല, അക്രമികളായ ഭരണാധികാരികൾ അക്രമത്തിന്റെ കാരണം കൊണ്ട് ഹിസാബില്ലാതെ പിടിച്ചുകൊണ്ടുപോകും. മുസ്ലിം ഭരണാധികാരികളെ കൂട്ടത്തിൽ നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആൾക്കാർ പറയുന്ന, രക്ഷപ്പെടാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതല്ല എന്നാണ് നല്ലൊരു കൂട്ടം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റിയാൽ മലിക്കുൽ ലാലിം എന്നാണ് പരിചയപ്പെടുത്താറ്, അക്രമിയായ ഭരണാധികാരി. എത്ര മഹാന്മാരെയാണ് അദ്ദേഹം കൊന്നത്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഴിമരത്തിലേക്ക് എത്തിയത് ഞാൻ ആ കഥ വിശദീകരിക്കുന്നില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അല്ലേ. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പെരടി അറുത്തിട്ടല്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊന്നു കളഞ്ഞത്. അറവുശാലയിലേക്ക് കൊണ്ടുപോകുമ്പോ ആരാച്ചാറും നിൽക്കുന്ന ഭാഗത്തേക്ക്, കത്തി പിടിച്ച് നിൽക്കുന്ന ഭാഗത്തേക്ക്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുമ്പോ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, എന്നെ അക്രമത്തിലായിട്ട് ഈ മനുഷ്യൻ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്റെ ശേഷം ഒരാളെ ശരീരത്തിലും കത്തിവെക്കാനോ അക്രമം ചെയ്യാനോ ഒരവസരം ഇവന് നീ കൊടുക്കല്ലേ അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് ശരീരം മുഴുവനും വേദനിച്ച് കിടക്കുമ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു പറയുന്നുണ്ട്, സയ്യിദ് ഇബ്നു ജുബൈറിന്റെ അടുത്ത് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ പേടിപ്പെടുത്തുന്നു. അസാബനീ അസാബത്തിനീ ദഅവത്തു സയ്യിദ് ഇബ്നു ജുബൈർ. സയ്യിദ് ഇബ്നു ജുബൈറിന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിപ്പോയി, ഞാനാകെ തളർന്നുപോയി. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഹർക്കത്തും പുള്ളിയും ശബ്ദും മദ്ദുട്ടെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഖുർആൻ നോക്കി ഓതുന്നത്. അത് വേറെ വിഷയം. അയാളുടെ ഭരണകാലത്താണ് ആ ഒരു പുരോഗതി, ആ ഒരു മാറ്റം മുസ്ഹഫിന് വന്നത്. അങ്ങനൊക്കെ ഉണ്ടെങ്കിലും കഅബ പുനരുദ്ധാരണം ചെയ്ത ആളിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു 9ാമത്തെ ആളാണ്, 10ാമത്തെ ആളാണ് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. 10 ആളുകൾ കഅബ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്, 10ാമത്തെ ആളാണ് ഹജ്ജാജ്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദുൽമ അപ്പുറത്ത് അതിനേക്കാളും മികച്ചതാണ്. അക്രമം കാരണം ഹിസാബില്ലാതെ കൊണ്ടുപോകും. 2ാമത്തെ വിഭാഗം വൽ അറബു, അറബികളാണ്. അറബികൾ എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾ. ബിൽ അസബിയ്യത്തി, അവർക്ക് അറിവും സംസ്കാരവും കുറവാണ്, ജഹാലത്ത് കൂടുതലാണ്. ഇപ്പോഴും ഉണ്ടങ്ങനെ. പേരിൽ മാത്രം ഒരു ഇസ്ലാമിയത്ത് ഉണ്ടാവും, വേറൊന്നിലും ഉണ്ടാകൂല. അജ്ഞത കാരണം പലതും അവർ ചെയ്യും. അപരിഷ്കൃതരായ ആൾക്കാർ, അവരെയും അങ്ങനെ കൊണ്ടുപോകും. 3ാമതായത് വദ്ദഹാഖീൻ, അതേ തലവന്മാര്, വലിയ വലിയ തലവന്മാര്, നേതാക്കള്, പ്രഭുക്കള് കാണാം.
അവരെ കൊണ്ടുപോകും. സഹോദരങ്ങളെ, എന്താ കാരണം എന്നറിയോ? ബിത്തക്കബ്ബുരി, അഹങ്കാരം കാരണം അവരെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, അവര് അഹങ്കാരം കാരണം പല നാട്ടിലും പലതും അവര് ജനങ്ങളിൽ വരുത്തും, പലതും അവർ ഉണ്ടാക്കി തീർക്കും. പോക്കിരിമാര് എന്ന നിലക്കൊരു സ്ഥാനം കൂടി അവർക്കുണ്ട്. അവരാ നാട്ടിലെ നാട്ടുമൂപ്പന്മാരാണ്. അഹങ്കാരം കൊണ്ട് പലതും അവർ ചെയ്യും. നാട് തന്നെ ഒരു പക്ഷേ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കും. കണ്ടില്ലേ നിങ്ങൾ അഹങ്കാരത്തിന്റെ പേരിൽ തലവന്മാര് തമ്മിലടിക്കുന്നത്? മണിപ്പൂരില് രണ്ട് കൂട്ടം, രണ്ട് വിഭാഗത്തിലെ നേതാക്കന്മാരാണ് അത് കത്തിക്കുന്നത്. എത്ര ആളുകളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്? നാട്ടിലെ തലവന്മാര്, മൂപ്പന്മാര്, രണ്ട് വിഭാഗക്കാരല്ലേ കുടുംബക്കാര് പ്രധാനമായും അവിടെയുള്ളത്. അവരെ മൂപ്പന്മാരല്ലേ ഈ പണിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ എത്ര വിഭാഗങ്ങളുണ്ട് തമ്മിലടിപ്പിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, മുസ്ലിങ്ങളിലും ഉണ്ട്, അല്ലാത്തവരിലും ഉണ്ട്. അഞ്ചാമത്തെ വിഭാഗത്തെ എണ്ണി പറയുന്നത് കച്ചവടക്കാരാണ്. കച്ചവടക്കാരിൽ ഒരു വിഭാഗം ഇങ്ങനെ പോകാൻ കാരണം എന്താണെന്നറിയോ? ബിൽ കദിബി. എന്താ കാരണം? കള്ളം പറഞ്ഞിട്ട്. ഇന്ന് രാവിലെ ചൈനയിൽ നിറക്കിയ സാധനം, ഇന്ന് രാവിലെ ഇറക്കിട്ട് കൊടുത്തു. നെൽക്കൂടിയല്ല, എവിടെ നിറക്കിയത്? ചൈനയിൽ നിറക്കിയത്. ചൈനയിൽ നിന്നുണ്ടെന്നാ? എന്നാ ഒന്നും കന്നേക്ക്. എന്റെ കമ്പനി കോഴിക്കോടാ, ചൈനയൊന്നല്ല. എന്തെല്ലാം പറയുന്നത്, എന്തെല്ലാം കളവ്. ശരി പറയണം. അപ്പൊ ആൾക്കാരെന്താ പറയാ? ശരി പറയണം എന്ന് പറയുമ്പോ ആൾക്കാരെന്താ പറയാ? അങ്ങനെ ആകുമ്പോ ഉസ്താദേ കച്ചവടം നടക്കൂല. ആര് പറഞ്ഞ കച്ചവടം നടക്കൂല? ശരി പറഞ്ഞ് കച്ചവടം ചെയ്യണം. ശരി മാത്രം പറഞ്ഞു വെക്കണം, സത്യം മാത്രം പറഞ്ഞു വെക്കണം, സത്യസന്ധമായിട്ട് കൊടുക്കണം, വാങ്ങണം. അത് പിന്നെ പ്രശ്നമല്ലല്ലോ. നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പഴക്കതിനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആള് വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആൾക്കാർ വാങ്ങൂലേ? അങ്ങനെ ആൾക്കാർ വാങ്ങും. അത് ചതിക്കൂല. ഉള്ള പോലെ പറയുന്ന ആളാണ്. കള്ളം പറഞ്ഞ് വിൽക്കാൻ പാടില്ല, നേര് പറയണം. നല്ല നിലക്ക് സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്ക് എന്ത് വലിയ സീറ്റാണ്. അത്താജിറുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ് സീറ്റ്, സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്. നല്ല സത്യമായി തന്നെ പറയണം. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ഒരു മാർഗം കച്ചവടമായിരുന്നു. പക്ഷേ ശരിയായ നിരക്കുള്ള കച്ചവടം. മഹാനവറുകൾക്ക് കച്ചവടം ചെയ്തിട്ട് കാശുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു തൊഴിലാളിയെ വിളിച്ചു. 70 ജോഡി വസ്ത്രം കൊണ്ടുവന്നു. വസ്ത്രം വിറ്റിട്ട് അതിന് ലാഭം കിട്ടുമല്ലോ. 70 ജോഡി വസ്ത്രം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്രം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഴച്ചു മറിച്ചു വെച്ചപ്പോ ഒരു ജോഡി വസ്ത്രത്തിന് ചെറിയൊരു പഴക്കം കണ്ടു. അപ്പൊ വിൽക്കുന്ന ആളോട് പറഞ്ഞത് പറഞ്ഞു വിൽക്കണം. ഈ ഒറ്റ ജോഡിക്കേ കുഴപ്പമുള്ളൂ, ബാക്കി 69 കുഴപ്പമില്ല, അത് പറഞ്ഞു വിൽക്കണം. വാങ്ങുന്ന ആൾ നോക്കൂലേ? നമ്മളൊക്കെ എത്രയും മറിച്ചും തിരിച്ചുവിടലോ ഒന്ന് വാങ്ങാൻ തന്നെ. ചിലപ്പോൾ മറിച്ചും തിരിച്ചിട്ടാൽ ചിലപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്നും വരും. പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ ആൾക്കാർ പറയുന്നത് ഓല പണിയാണ്, ഇത് നമ്മളെ പണിയാന്ന് പറയും. വാങ്ങുന്ന ആൾ നോക്കൂലേ? 70 ജോഡിയും വിറ്റിട്ട് കൊണ്ടുവന്നു കാശേറ്റ്. എത്ര കാശ് ഇറങ്ങൾക്ക്? 30,000 ദിർഹം. ഇവിടെ പള്ളിയിൽ ഇങ്ങനെ എത്തി ദർശനം നടത്തുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ ഒരു ജോഡിയില്ലേ, ഒന്ന് ചെറിയ ഒരു പഴക്കം തോന്നി, അത് പറഞ്ഞാണോ വിറ്റ് വെച്ചു? അത് പറയാൻ വിട്ടുപോയി. എന്നാ 30,000 ദിർഹം നീ കൊണ്ടുപോയിക്കോ. 1 ദിർഹം, 1 ദിർഹം പോലും എനിക്ക് വേണ്ട. ഒറ്റ ദിർഹമും വാങ്ങിയില്ല. നീ ഉദ്ദേശിച്ച കാര്യത്തിന് നീ ചെലവാക്കിക്കോ, ഒന്നും എനിക്ക് വേണ്ട. എന്തേ നീ അത് പറഞ്ഞ് വിൽക്കാതിരുന്നത്? സഹോദരങ്ങളെ, അവിടുത്തെ സിദ്ഖാണത്. നല്ല സത്യസന്ധതയോടെയാകണം ആ ഏർപ്പാട് ചെയ്യുന്നത്. 6ാമത്തെ വിഭാഗം ആരാന്നറിയോ? സുബ്ഹാനല്ലാഹ് വൽ ഉലമാഉ. ഉലമാഇനെ പറ്റി പറയുന്നു ബിൽ ഹസദി. 5ാമത്തെ വിഭാഗം വൽ ഉലമാഉ, പണ്ഡിതന്മാര്. പണ്ഡിതന്മാരുണ്ട് ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര്. ബിൽ ഹസദി, കാരണം അസൂയയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക്
അയാൾ എങ്ങനെങ്കിലും ഒന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തണമെന്ന് ചിന്തിക്കരുത്. നല്ല രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്തു കൊടുക്കണം, ഹൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ട് ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ല വേണ്ടത്. വൽ ഉലമാഉ ബിൽ ഹസദി, ഹസദ് മൂത്തിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായതില്ലേ ഒരു ആലിമ്, ആ ആലിമ് സദസ്സ് കെട്ടിയതായിരുന്നു എന്ന് പഠിച്ചോനെ ഷാഫി ഇമാം തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകുന്നു. ഹസദ് മൂത്തിട്ട് എന്തിനെന്നറിയോ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ ആയാൽ 150, 250, 350 ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ്. ഇയാളെ പേരിന്റെ മുറ്റത്ത് അങ്ങനെ വന്നു നിൽക്കാത്തതുകൊണ്ട് വന്നു നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വേണ്ടേ? ആ വന്നു നിൽക്കുന്നതിന് എതിർത്തുകൊണ്ട് വേറെ പറയാൻ വേണ്ടി ഹസദ് മൂത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ദ്വാരക്കുന്നുണ്ട്, പരിചയക്കാർ പറഞ്ഞു ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്, ഇങ്ങനെ മറ്റേ ആൾ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് മരിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമു പോയി പോകുന്നു. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു, നിങ്ങൾ ഇൽമു പോണ്, ഇൽമു വളരല്ലേ ചെയ്യാ, പെട്ടെന്ന് മരിപ്പിക്കണ ഇൽമു പോകുന്ന ശരിയല്ലല്ലോ, ആ വാക്കെന്നെ ശരിയല്ല, ഹസദ് മൂത്തിട്ടാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സാരല്ല, തമന്നാഉ നാസുൻ അന്നമുതാ വഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. കുറെ ആൾക്കാർ ഞാൻ മരിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, കാരണം മരണം എന്നുള്ള എനിക്ക് മാത്രമൊന്നും എല്ലാവർക്കും ഉള്ളല്ലേ, ഞാൻ മാത്രമല്ലല്ലോ മരിക്കും, അവര് മരിക്കൂലേ. അതുകൊണ്ട് ആഗ്രഹത്തിന് പ്രത്യേക ക്യാമ്പൊന്നുമില്ല, ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല. ആ വഴിയിൽ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഞാനും മരിക്കും അവരും മരിക്കും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേയാള്, പക്ഷെ 10-12 ദിവസമായപ്പോ 30 രോഗിയായി കിടന്നു, കുറച്ച് മരിച്ചു. അങ്ങനെയാണ് ആ സ്ഥാനത്ത് വിലസനം കാര്യമൊന്നും കരുതി നടക്കൂല, കാരണം അത് സദുദ്ദേശപരമല്ല. ഹസദ്, ഒരാൾക്കുള്ള ഖൈർ മുടക്കുക, അത് സമ്മതിക്കാതിരിക്കുക, അതിനെതിര് പറയാ, അതിനാകരുത് ഉലമാ ജീവിക്കുന്നത്. ഉലമാ അവരെ ഇൽമു കൊണ്ട് അമൽ ചെയ്യണം, ആലിമീങ്ങളെ ഇക്റാം ചെയ്യണം, സാദാത്തുക്കളെ ബഹുമാനിക്കണം, സമൂഹത്തിന് ഖൈറായത് ചെയ്യണം, അവരവരെ കൊണ്ട് ഖൈറായത്. ഒരൊറ്റ ആലിമിനും മുത്താലിമിനും ദോഷകരമായിട്ട് ഹസദ് മൂത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ഒന്നും പറയാനും നിൽക്കരുത്. അതിനല്ല അള്ളാഹു ഇൽമു നൽകിയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗം അതിൽ ബാക്കിയുള്ളത് വല്ലഗ്നിയാഉ, സമ്പന്നരാ, പണക്കാർ, ബിൽ ബുഖ്ലി, ബുഖ്ല് കാരണം, ബുഖ്ല് ലുബ്ദ് കാരണം, സക്കാത്തും കൊടുക്കൂല, സ്വതത്തും കൊടുക്കൂല, അവനാന്റെ പുരയൊക്കെ തന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂല. വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു മദ്യ വാങ്ങും, ഒരു 10 രൂപയ്ക്ക് മദ്യ വാങ്ങും. പുരക്കാര് പറഞ്ഞു കുറേ ദിവസമായി ഒരു അയക്കോറ കൂട്ടാൻ പോതിണ്ട്, അത് നമുക്ക് ഇനി അടുത്തല്ലോ മുഹറം 10 വരുന്നെന്ന് കൂട്ടാം. അയാളെ കയ്യിലില്ലാഞ്ഞിട്ടാ. പാകത്തിന് സന്തോഷത്തിന് റാഹത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ചെലവഴിക്കാനും നല്ല മാർഗങ്ങൾ കൊടുക്കാനുമാണ് പണം എന്ന് പറയുന്നത്. ബുഖ്ല് കാണിക്കരുത്, കൊടുക്കേണ്ട രൂപഭാവങ്ങളിലൊക്കെ കൊടുക്കണം. അവനാന്റെ മക്കൾ ഖൈറായ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും അതിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരെ വക സന്തോഷത്തോടെ ആ വിഷയത്തിലേക്ക് ഒരു ചെലവ് അവർ ചെയ്യണം. ഖൈറായ മാർഗത്തിൽ, ഷർറിനല്ല, ഖൈറായ മാർഗത്തിൽ. അതിൽ പിശുക്കി വെക്കരുത്. മട്ടത്തിന് ചെലവഴിക്കാനാണ് അല്ലാഹു തന്നത്. നിർബന്ധ ബാധ്യത കൊടുത്താൽ വലിയ പിശുക്കനായി, കൊടുക്കാതിരുന്നാല്, സുന്നത്തായ മേഖലകളിലെ ബാധ്യത തീർക്കാതിരുന്നാലോ അതും പിശുക്ക് തന്നെയാണ്, കൊടുക്കണം. ബുഖ്ല് കാരണമാണ് അഗ്നിയാ നരകത്തിലേക്ക്, ഹിസാബിന്റെ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ 6 ഇനത്തിലും ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാതെ സ്വർഗത്തിൽ